ബിസ്ക്കറ്റ് രാജാവ് ബ്രിട്ടാനിയ രാജൻപിള്ളയുടെ തീഹാർ ജയിലിനുള്ളിലെ ദുരൂഹമരണത്തിൽ വീണ്ടും അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കാൻ ഒരുങ്ങുന്നു. രാജന്റെ മരണം കൊലപാതകമാണെന്നും പിന്നിൽ മുഹമ്മദ് അലി ജിന്നയുടെ ചെറുമകനും ബോംബെ ഡൈയിങ്ങിന്റെ ഉടമസ്ഥനുമായ നസ്ലീം വാഡിയ ആണെന്ന് തങ്ങൾക്ക് ബലമായ സംശയമുണ്ടെന്നാണ് രാജൻപിള്ളയുടെ സഹോദരനും പ്രമുഖ കയറ്റുമതി വ്യവസായിയുമായ രാജ്മോഹൻ പിള്ളയുടെ ആരോപണം. മംഗളം ടിവിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. പുതിയ BJP ഗവൺമെന്റിനെ ഒന്ന് സമീപിച്ചുകൂടായിരുന്നോ? സുപ്രീം കോർട്ട് ഓർഡർ കഴിഞ്ഞിട്ട് തിരിച്ച് എങ്ങനെയാ പോണ്ടേന്ന് ഈവൻ ലോയേഴ്സിന് വരെ അറിഞ്ഞുകൂടാ എന്തോ ചെയ്യണമെന്ന്. അല്ലെങ്കിൽ നമ്മളിത് തിരിച്ച് ഒന്നും കൂടെ ഒരു ആപ്ലിക്കേഷൻ നമ്മളുടെ ഇവിടുത്തെ ഗവൺമെന്റിന് കൊടുത്തിട്ട്. അല്ല, ഇപ്പോഴത്തെ ഒരു സാധ്യത വെച്ചിട്ട് ഗവൺമെന്റ് വീണ്ടും ചേഞ്ച് ആയല്ലോ. ഇപ്പൊ നരേന്ദ്രമോദിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുപോലെ അന്നത്തെ കാലഘട്ടത്തിൽ നിന്നൊക്കെ ഇന്നത്തെ പൊളിറ്റിക്സിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പൊ ആ മാറ്റമുള്ള സമയത്ത് അങ്ങനെ ഒരു സാധ്യത തേടാത്തത് എന്താ? ഞാൻ എന്തായാലും തേടാം. ഞാൻ അതിനെപ്പറ്റി നമ്മളെല്ലാം ആ സുപ്രീം കോർട്ട് ഓർഡർ വെച്ചിട്ട് നമ്മളുടെ കാര്യങ്ങളിലോട്ട് അങ്ങ് മാറി. ആ ഫൈറ്റ് വാസ് ഓൾമോസ്റ്റ് ഈ 95 to 2018 വരെ ഫൈറ്റ് ചെയ്തായിരുന്നു. അതെ അതെ. അപ്പോഴത്തേക്ക് നമ്മൾ എല്ലാവരും എക്സോസ്റ്റഡ് ആയി. ഗോപി ചേച്ചി ആയിരുന്നു അതിന്റെ ഫൈറ്റ് ലീഡ് ചെയ്തത്. വൈഫ് ഗോപി ചേച്ച. അപ്പം നീന പിള്ള ആയിരുന്നു ലീഡ് ചെയ്തത്. എല്ലാവരും അങ്ങ് എക്സോസ്റ്റഡ് ആയി. ചിലപ്പോൾ ഈ ഇന്റർവ്യൂ ആയിരിക്കും കംപ്ലീറ്റ് കാര്യങ്ങൾ മാറ്റുന്നത്. 1995 സിംഗപ്പൂർ കേന്ദ്രീകരിച്ച് വൻ വ്യവസായ സംരംഭങ്ങൾ നടത്തിയിരുന്ന ബ്രിട്ടാനിയ ചെയർമാൻ രാജൻപിള്ള ബീഹാർ ജയിലിനുള്ളിൽ വെച്ച് ഏറെ ദുരൂഹമായ സാഹചര്യത്തിൽ മരണപ്പെട്ടത്. കരൾ സംബന്ധമായ അസുഖം മൂർച്ഛിച്ച് ഗുരുതരാവസ്ഥയിലായ രാജൻപിള്ളയെ ജയിലിൽ ചികിത്സ നിഷേധിക്കപ്പെടുകയായിരുന്നു. മാത്രമല്ല, അദ്ദേഹത്തിന്റെ അസുഖത്തിന് ഒരു കാരണവശാലും നൽകാൻ പാടില്ലാത്ത ഗുളിക നൽകിയതായാണ് കുടുംബത്തിന്റെ ആരോപണം. ഇതോടെ രക്തധമനികൾ പൊട്ടിയാണ് രാജൻപിള്ളയുടെ മരണം സംഭവിച്ചത്. ഇതിനു പിന്നിൽ ആസൂത്രിത ഗൂഢാലോചനയുള്ളതായാണ് രാജ്മോഹൻ പിള്ളയുടെ ആരോപണം. ശരിക്കും ആ സമയത്ത് ഇദ്ദേഹത്തെ ഡൽഹിയിലെ ഒരു കോടതി ഫിക്സ് ചെയ്യുന്നു, അവിടെ കൊണ്ടുവരുന്നു, തീഹാർ ജയിലിലാക്കുന്നു. ഇതൊരു വെൽ പ്ലാൻഡ് സ്ക്രിപ്റ്റ് പോലെ നമുക്ക് തോന്നിയോ? ഡെഫിനറ്റ് ആയിട്ട് ആ സ്ക്രിപ്റ്റ് പോലെ തോന്നുന്നോണ്ടാണ് നമുക്ക് ഈ സംശയം വരുന്നത്. അല്ലെങ്കിൽ തീഹാർ ജയിൽ ഉൾപ്പെടെ സ്ക്രിപ്റ്റാണ്. ഡെഫിനറ്റ് ആയിട്ട്. ബിക്കോസ് ഈ അന്നത്തെ ഏറ്റവും വലിയ ഹെഡ്ലൈൻ ന്യൂസ് ആയിരുന്നു രാജനന്റെ പറയുന്ന ഈ അസുഖവും എവിടെയാ ട്രീറ്റ് ചെയ്യുന്നത്, ഇതെല്ലാം ഫ്രണ്ട് പേജ് ഓഫ് പേപ്പേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിന്റെ അസുഖം റിയാലിറ്റി ആയിരുന്നു. പക്ഷേ ഒരു ഗുളിക മാറിക്കൊടുത്തത് ഉൾപ്പെടെ. ഗുരുവെ മാറിക്കൊടുത്തല്ല, ഒരിക്കലും കൊടുത്തുകൂടാ. ഇത് കൊടുത്ത ആ വെയിൻസ് അങ്ങ് പൊട്ടു ഈ അസുഖമുള്ള ആൾക്ക്. അപ്പൊ അങ്ങനത്തെ ഒരു മരുന്ന് കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് അതിന്റെ ഇൻട്രസ്റ്റിംഗ് മരിച്ചു. ഉടനെ തന്നെ ഭയങ്കര നമ്മളെ കേരള അസംബ്ലി ഒരുമിച്ച് നിന്നിട്ട് പറഞ്ഞു ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം. കേരള അസംബ്ലി ബിസിനസ് ആളുകൾക്ക് അങ്ങനെ എണീച്ച് നിൽക്കത്തില്ല. AK ആന്റണി ആയിരുന്നു CM. നമ്മളുടെ വർക്കല രാധാകൃഷ്ണനായിരുന്നു ഈ മോഷൻ കൊണ്ടുവന്നത്. എന്നിട്ട് അവര് സൈലൻസിൽ നിന്നു ഫോർ എ ബിസിനസ് മാൻ. ആ ഒരു ഇത് വെച്ചിട്ട് അവരൊരു ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ചെയ്യാനായിട്ട് ലീല സേഠ് കമ്മീഷൻ ഫിക്സ് ചെയ്തു. ലീല സേഠ് കമ്മീഷൻ ഫിക്സ് ചെയ്തിട്ട് വരെ അവർ ഡൽഹി മാത്രമേ എൻക്വയറി ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് തോന്നുന്നു. നമ്മളുടെ പെറ്റീഷൻ ഇസ് ഓഫ് റോസ് ജോൺസൺ, നസ്ലി വാഡിയ, ചന്ദ്രസ്വാമി എല്ലാം ആയിട്ട് വരെ they decided that it will only be investigated in Delhi. അതായത് മരണം മാത്രം അന്വേഷിക്കുക. മരണം മാത്രം. അതെങ്ങനെയാണ് ബിസിനസ് എൻമിറ്റി ഇതൊന്നും അന്വേഷിക്കണ്ട. അത് അന്വേഷിക്കുക എങ്ങനെ ഒരു ഇന്റർനാഷണൽ ബിസിനസ്മാന്റെ ഇത് നടന്നു. മുഹമ്മദ് അലി ജിന്നയുടെ ചെറുമകനും ബോംബെ ഡൈയിങ് ഉടമയുമായ നസ്ലി വാഡിയയും രാജൻപിള്ളയും തമ്മിൽ ആദ്യം നല്ല സുഹൃത്തുക്കളായിരുന്നു. എന്നാൽ ബ്രിട്ടാനിയ കമ്പനി രാജൻപിള്ള സ്വന്തമാക്കിയതിനെ തുടർന്ന് ഇവർ തമ്മിൽ ശത്രുതയിലായി. ഇതിനിടെ സിംഗപ്പൂരിൽ സാമ്പത്തിക കുറ്റകൃത്യ കേസിൽപ്പെട്ട രാജൻപിള്ള ഇന്ത്യയിലേക്ക് കടന്നിരുന്നു. കേരളത്തിലെ കോടതിയിൽ നിന്ന് ജാമ്യമെടുത്തെങ്കിലും ഡൽഹിയിൽ കേസുണ്ടാക്കി അറസ്റ്റ് ചെയ്ത് തീഹാർ ജയിലിലടച്ചു. ദിവസങ്ങൾക്കകം രാജൻപിള്ളയുടെ ദുരൂഹമരണം സംഭവിച്ചു. ഡൽഹിയിലെ അധികാര ഇടനാഴിയിലെ പ്രബല ഇടനിലക്കാരനായിരുന്ന വിവാദ നായകൻ ചന്ദ്രസ്വാമി ഉൾപ്പെടെയുള്ളവർക്കും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവുമായി ചന്ദ്രസ്വാമിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നതിനാൽ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു. എന്നാൽ ശക്തമായ ഭരണ സംവിധാനമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും സമീപിച്ചാൽ കുടുംബത്തിന് നീതി ഉറപ്പാക്കാനാകുമെന്നാണ് രാജ്മോഹൻ പിള്ളയുടെയും കുടുംബത്തിന്റെയും പ്രതീക്ഷ.